ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ കൃപയിൽ വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാ. ആമേൻ. കൃപയാൽ കൃപയാൽ എനിക്കും ആമേൻ ഇതിനകത്ത് കയറി കൂടുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നതെ ഓർത്ത് ഞാൻ എപ്പോഴും എന്റെ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം ആമേൻ ഹല്ലേലൂയ 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആമേൻ ഞാൻ എവിടെ പോയി വീഴുമായിരുന്നു? ഞാൻ നരകത്തിൽ പോയി വീഴുമായിരുന്നു. ആമേൻ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ ആമേൻ അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അതാണ് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എങ്ങനെ? കരുണാസമ്പന്നനായ ദൈവമോ ആമേൻ ഹല്ലേലൂയ അവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ സ്നേഹം എവിടെയാ ദൈവമക്കളെ കാണുന്നത്? ആ സ്നേഹം കാണണമെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം. ആ സ്നേഹം കാണണമെങ്കിൽ ക്രൂശിലേക്ക് വരണം. ഹല്ലേലൂയ. അല്ലാതെ കണ്ണാടിക്കൂട്ടിനകത്ത് പോയി നിന്ന് മെഴുകുതിരി കത്തിച്ചാലെന്നും ആമേൻ ദൈവം പ്രസാദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ച ദൈവത്തിന് അവൻ ഒരു തിരി മെഴുകുതിരിയും കൊണ്ട് അങ്ങോട്ട് ചെന്ന ദൈവം പ്രസാദിപ്പിക്കും നിങ്ങൾ വിചാരിക്കേണ്ട. അവൻ അവൻ വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവമാ, അവൻ വെളിച്ചമാ. അവൻ ഞാൻ ലോകത്തിന് വെളിച്ചമായി അരുളി ചെയ്ത അടുക്കല ഒരു മെഴുകുതിരി വെട്ടമായിട്ട് ചെല്ലുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപം മോചിക്കുവാൻ, പാപം കൊടുക്കുവാൻ ഒരേ ഒരാൾക്കേ പറ്റൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആമേൻ. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു നാണയ തുട്ട് പോലും കൊടുക്കണ്ട. ആമേൻ. പകരം എന്ത് ചെയ്യണം? ആമേൻ ഹല്ലേലൂയ. യേശുവേ ഞാൻ ഒരു പാപിയാണ്. യേശുവേ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നീ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഈ ഒരൊറ്റ പ്രാർത്ഥന മതി, നിന്റെ അകത്ത് വെളിച്ചം കയറി വരും. ഇന്ന് രാത്രിയിൽ ഇരുളിരിക്കുന്ന ദൈവജനം, ഇരുളിരിക്കുന്ന ദേശനിവാസികളോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ള സത്യം ആമേൻ ഹല്ലേലൂയ പാപം മോചിപ്പിക്കുവാൻ യേശു ക്രിസ്തു മതിയായവനോ. അങ്ങനാണെങ്കിൽ യേശുവിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന ഇരുൾ വഴിമാറി പോകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ആമേൻ ഇതിനകത്ത് കയറുന്നു വന്ന ആമേൻ നിന്റെ പാസ്പോർട്ടിനകത്ത് സീല് വെക്കാം. ആമേൻ ഹാലിൽ നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാം, നിന്നെ അമേരിക്ക കൊണ്ടുപോകാം. ആമേൻ നിനക്ക് തരാം, വീട് തരാമെന്ന് പറഞ്ഞ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആമേൻ ഒന്നും കിട്ടാതെ പറഞ്ഞു വിടുന്ന പരിപാടിയല്ല. ആമേൻ ഹല്ലേലൂയ. ഇതിനകത്ത് കടന്നു വരുന്നവർക്ക് ആമേൻ എന്തുണ്ട്? ഉപദ്രവമുണ്ട്. തിമോഥെയോസ് ലേഖനത്തിൽ വിളിച്ചു പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? ഉപദ്രവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉപദ്രവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ സൂക്ഷിച്ചേ കൈപോക്കാവൂ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തും. കരങ്ങൾ ഉയർത്തി എല്ലാവർക്കും എന്തോ ഉണ്ട്? ആ ഉപദ്രവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഉപദ്രവമുണ്ട്. എൻ്റെ യേശുവിനെ ഉപദ്രവിച്ചെങ്കിൽ, എൻ്റെ യേശുവിനെ നിന്ദിച്ചെങ്കിൽ, എൻ്റെ യേശുവിനെ കല്ലെറിഞ്ഞെങ്കിൽ യേശുവിന്റെ അണികൾക്കും അതുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് അതുണ്ട്. ആമേൻ. കർത്താവ് ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വാക്യമാ നമ്മളെ ഈ വാക്യമാ നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. എങ്കിലും ധൈര്യപ്പെടുവേൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ചോദിച്ചു, പെന്തക്കോസ്തി പോയപ്പോ രക്ഷപ്പെട്ടോ? എന്തോ കിട്ടി, എന്തോ തന്നു, വിദേശത്തിലെ പണം വന്നു. അങ്ങനെ പലരും പല ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നുണ്ട്. ആമേ പെന്തക്കോസ്തി വന്നപ്പം പണവും കിട്ടിയില്ല, വിദേശ രാജ്യത്തിലെ പണവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം കിട്ടി, നിത്യജീവൻ കിട്ടി, നിത്യജീവൻ കിട്ടി. ഇന്ന് രാത്രി ആർക്ക് വേണം നിത്യത? ആർക്ക് വേണം നിത്യരാജ്യം? ദൈവരാജ്യം ആർക്ക് വേണം? ആമേൻ ഹല്ലേലൂയ. ഉപദേശമുള്ളിടത്തേക്ക് വരണം, ഉപദേശം പറയുന്നിടത്ത് വരണം. ആമേൻ. വലിയ പള്ളിയും ആമേൻ ഹല്ലേലൂയ ടൈലിട്ടതും കാർ ഒത്തിരി നിരന്ന് കിടക്കുന്നതും ആമേൻ ഹാലു ഭയങ്കര സെറ്റപ്പുമുള്ള പള്ളി തേടി അന്വേഷിച്ചു പോകുമ്പോൾ ഇന്ന് രാത്രിയിൽ 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്യും. നിന്റെ നിറം നോക്കിയോ, നിന്റെ ഭംഗി നോക്കിയോ, നിന്റെ കുലം നോക്കിയോ അല്ല. അവൻ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ എന്റെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും ഞാൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരാം. ഹല്ലേലൂയ.
കുലം നോക്കിയിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു. യേശു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമായിരുന്നെങ്കിൽ ജാസ്മിൻ ഇവിടെ പ്രസംഗിക്കത്തില്ല, ഇസ്മായിൽ പാസ്റ്റർ ഇവിടെ ഇരിക്കത്തില്ല, ബാലചന്ദ്രൻ പാസ്റ്റർ ഇവിടെ പ്രസംഗിക്കത്തില്ല. യേശു ക്രിസ്ത്യാനിക്ക് വേണ്ടി മരിച്ചിരുന്നെങ്കിൽ, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാ യേശു വന്നിരുന്നെങ്കിൽ ജാസ്മിൻ ഇവിടെ പ്രസംഗിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു സന്തോഷ വർത്തമാനമുണ്ട്. എന്റെ യേശു മരിച്ചത് സകല ജനത്തിന്റെയും വിടുതലിന് വേണ്ടിയിട്ടാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പൊ അതുകൊണ്ട് ആമേൻ, മധ്യസ്ഥന്മാരോടോ പുണ്യാഹ അല്ലെങ്കിൽ ഒരു നാളും പാപം പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന പുരോഹിതന്മാരോട് അടുക്കിലേക്കോ ആമേൻ നിങ്ങൾക്ക് ചെന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഈ ചെവി കൊണ്ട് കേൾക്കും, മറു ചെവിയിലൂടെ കളയും, നിങ്ങൾക്ക് പാപമോചനം ലഭിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? പാപം മോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആമേൻ നിങ്ങൾ രക്ഷിക്കപ്പെടും. അവന്റെ ആമേൻ, ഹല്ലേലൂയ, അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ അവന്റെ വെളിച്ചം നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കും. ഇന്ന് രാത്രിയിൽ ആർക്ക് വേണം ഈ രക്ഷ? ആർക്ക് വേണം? ദേശത്തോട് ചോദിക്കുന്നു, ആർക്ക് വേണം യേശുവിന്റെ സ്നേഹം? ആർക്ക് വേണം യേശുവിന്റെ രക്ഷ? ഒരു പക്ഷേ നാളെ രാവിലെ നമുക്ക് ആമേൻ എഴുന്നേൽക്കുമ്പോൾ ആയുസ് ഉണ്ടാകുമോ, ജീവൻ ഉണ്ടാകുമോ എന്ന് നമുക്കറിയത്തില്ല. ഒരു പക്ഷേ ഇന്ന് രാത്രി ആയിരിക്കാം ഇത് ദൈവം നിന്നോട് സംസാരിക്കുന്ന അവസാനത്തെ രാത്രി. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നെങ്കിൽ, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഹല്ലേലൂയ. 120 വർഷം ഒരു മനുഷ്യൻ പ്രസംഗിച്ചു പൊട്ടനെ പോലെ. ആമേൻ, ആരും കയറിയില്ല, 8 പേർ മാത്രം കയറി. ആമേൻ, സ്വർഗം ഇരുന്ന് തല കുനിച്ചിരുന്ന് കരഞ്ഞില്ല കേട്ടോ. 120 വർഷം പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ, കേൾക്കാൻ അവസരം കൊടുത്തു. ആമേൻ, ജലപ്രളയം വന്ന് സകലത്തെ മുടിച്ചു കളഞ്ഞു. ആമേൻ, വചനം കേട്ടവൻ, അനുസരിക്കാൻ താല്പര്യമുള്ളവൻ അകത്തു കയറി. പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. ഇന്ന് രാത്രിയിൽ ആമേൻ, മനുഷ്യനല്ല അടച്ചത്, ദൈവമാ വാതിലടച്ചതെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഒരു വ്യക്തിക്ക് പുറത്തു വന്നത് കൊട്ടിയാൽ അവൻ തുറക്കത്തില്ല. കാരണം ആമേൻ, ഭൂമിയിൽ ആമേൻ വർഷങ്ങളോളം ദൈവദാസന്മാരെ അയച്ച് ദൈവം അവൻ ഈ സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ പുറം കാലുകൊണ്ട് അത് തട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ സുവിശേഷം ഇതേതെങ്കിലും വേറെ ആൾക്കാരുടെ അടുത്ത് പോയി പറയുന്നു പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചാൽ വാതിലടയ്ക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. തീ അതിനകത്ത് നിന്നെ വിഴുങ്ങിക്കളയും. ആമേൻ, ഹല്ലേലൂയ. നീ അതിനകത്ത് കിടന്ന് മരിക്കാൻ ആഗ്രഹിച്ചാലും മരണം നടക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ആമേൻ, നിത്യമായ അഗ്നിയിൽ വീഴുന്നതിന് മുമ്പ് ആമേൻ, ദേശത്തോട് വിളിച്ചു പറയട്ടെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ, സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനിലേക്ക് മടങ്ങി വരുന്നവർക്ക് മാത്രമേ രക്ഷയുടെ വാതിൽ അവൻ തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആമേൻ, പുണ്യകർമ്മങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ, ആരോട് പ്രാർത്ഥിക്കണമെന്നും ആമേൻ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ആമേൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് തുറക്കത്തില്ല. ഇത് ഷോക്കേസിൽ അടുക്കി വെച്ചേക്കുവാ. ഷോക്കേസിൽ വെക്കാൻ തന്നതല്ല ഇത്. ആമേൻ, പേടി വരുമ്പോ തലയിലടി വെക്കാൻ തന്നതല്ല ഇത്. ഇത് ജീവന്റെ വചനമാ. ഇത് പ്രമാണിക്കാനുള്ളതാ, ഇത് അനുസരിക്കാനുള്ളതാ. ആമേൻ, ഇത് പൂട്ടി വെച്ചുകൊണ്ട് ആമേൻ, മധ്യസ്ഥന്മാരുടെ പുറകെ പോകാനല്ല. ആമേൻ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രമാണിക്കണം. പ്രമാണിക്കുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക് ഈ വാതിൽ തുറക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ആർക്ക് വേണം ഈ രക്ഷ? ഇന്ന് രാത്രിയിൽ ഇത് സൗജന്യമാ. ഒന്നും കൊടുക്കണ്ട കേട്ടോ. ആമേൻ, ഒരു കാര്യവും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഒരു പൈസയും മുടക്കണ്ട കേട്ടോ. ആമേൻ, ഒന്ന് മാത്രം ചെയ്താൽ മതി. ആമേൻ, ആ ദൈവത്തിന് മുമ്പാകെ ആമേൻ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക. ഇന്ന് രാത്രിയിൽ എന്തിനാ ഈ തൊണ്ടകീറി പ്രസംഗിക്കുന്ന ചോദിച്ചാൽ, ദേശം ആമേൻ നഷ്ടപ്പെട്ടു പോകരുത്, ദേശം നശിച്ചു പോകരുത്. ആമേൻ, കുടുംബ ജീവിതത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ട് ആമേൻ കുഞ്ഞുങ്ങളുടെ ആമേൻ വഴിവിട്ട ജീവിതത്തെ ഓർത്ത് ആമേൻ തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ, ഹല്ലേലൂയ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക മാതാപിതാക്കൾ ദേശത്തുണ്ട്. ഈ 2025 അനേക തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നശിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസമെല്ലാം പത്രമാധ്യമങ്ങളിൽ നമ്മുടെ ഒന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന വാർത്തകൾ
അവൻ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാ. അവൻ ഹല്ലേലൂയ സ്വന്തം അപ്പനെ അവൻ മകൻ വെട്ടിക്കൊല്ലുന്നു. അവൻ ജനിപ്പിച്ച സ്വന്തം അപ്പനെ അവൻ ഒരു മനസാക്ഷിയുടെ മരവിപ്പില്ലാതെ അവൻ വെട്ടിക്കൊന്നുകളയുന്നു. അവൻ ജനിപ്പിച്ച കുഞ്ഞിനെ അവൻ പീഡിപ്പിക്കുന്ന പിതാവ്. ഹല്ലേലൂയ. മനുഷ്യൻ പാപിയാണോ? മനുഷ്യൻ പാപിയാണോ? യെസ്, മനുഷ്യൻ പാപിയാ. ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ആദാമ്യ പാപം ഇന്നും ലോകത്തിൽ നടക്കുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ മനുഷ്യൻ പാപിയാ. ഈ പാപത്തിൽ നിന്ന് അവനെ ആർ മോചിപ്പിക്കും? അവന് വിടുതൽ കൊടുക്കും? അവൻ ഹല്ലേലൂയ. അതാണ് നൂറ്റാണ്ടുകളായി പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇവിടെയും പ്രസംഗിക്കുന്നത്, നിന്റെ പാപമോചനം നൽകാൻ, നിനക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേര് നസ്രായനായ യേശുക്രിസ്തു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോ ഒരു കാര്യം മനസ്സിലായി, പാപം മോചിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിച്ചത്, ആമേൻ ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, അവൻ ആര്? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി എവിടെ കൊണ്ടുവന്നു? സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം സഭയോട് ജനത്തെ ചേർക്കുന്നത് ആരാ? സഭയിൽ ജനത്തെ കൊണ്ടുവരുന്നത് ആരാ? കർത്താവ്. ആമേൻ. സഭയിൽ ജനത്തെ ദിനം പ്രതി കൊണ്ടുവരുന്നത് ആരാ? യേശുക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. ഉപദേശിമാരുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് കാര്യമില്ല. സഭയിൽ ജനത്തെ കൊണ്ടുവരുന്നത് യേശുക്രിസ്തുവാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി എല്ലാ ദിവസവും സഭയിൽ ആര് വരുന്നു? ജനം കടന്നു വരുന്നു. ഹല്ലേലൂയ. പലരും വിചാരിക്കുന്നത് ഇത് ഉപദേശിമാരുടെ പരിപാടിയാ. അവരുടെ പുറകെ നടന്ന് അവൻ കണ്ടുപിടിച്ച് അവരെ നശിപ്പിച്ചു കളയാൻ നോക്കിക്കൊണ്ടിരിക്കുക പലരും. അവൻ ദൈവത്തോട് മത്സരിക്കരുത് കേട്ടോ, ദൈവത്തോട് കളിക്കരുത്. അവൻ ഉപദേശിമാരെ നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ ദൈവത്തോട് കളിക്കുമ്പോൾ സൂക്ഷിച്ചു കളിക്കണം. കാരണം എന്തെന്നറിയാമോ? അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയോ. ഇന്ന് രാത്രിയിൽ അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയിൽ കൊണ്ടുവരുന്നത് യേശുക്രിസ്തുവാ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ചോദിക്കും, അങ്ങനെ ഒരു സഭ ഏതാ സഭ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു സഭ ഭൂമിയിലുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ യഥാക്രമം പഠിപ്പിക്കുന്ന ദൈവവചനം അതുപോലെ ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഉപദേശിച്ചെന്ന ആമേൻ ആ ഉപദേശത്തിനൊത്തവണ്ണം ആമേൻ ഹല്ലേലൂയ പഠിപ്പിക്കുന്ന ഒരു സഭ ഭൂമിയിലുണ്ടോ? അതാണ് സത്യസഭ, അതാണ് ദൈവത്തിന്റെ സഭ, അതാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. സ്തോത്രം. ആ സഭയിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിക്കും? ആ വ്യക്തിക്ക് മാനസാന്തരം. ഒന്നാമത് സംഭവിക്കുന്നത് പാപബോധം വരും, മാനസാന്തരപ്പെടും. ആമേൻ. താൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ തിരിഞ്ഞു വരും. അതാ പാപബോധം, മാനസാന്തരം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാത തെറ്റാണെന്ന് മനസ്സിലായി, പുറകിലേക്ക് നടന്ന് ആമേൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാ പാപബോധം, മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ദൈവഹിതമില്ലാത്ത വഴിയാണെങ്കിൽ അതവിടെ ടാറ്റ പറഞ്ഞിട്ട് അതിന് ക്ലോസ് ചെയ്തിട്ട് തിരിഞ്ഞു മടങ്ങി വരുന്നെങ്കിൽ ആമേൻ ഈ രക്ഷയുടെ കവാടം നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്കൊന്ന് നോക്കിയാൽ ആമേൻ ആ രക്ഷ ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവം സൗജന്യമായി നൽകി തരും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ വിശുദ്ധ ബൈബിളിൽ ആമേൻ അപ്പോസ്തല പ്രവൃത്തി എടുക്കണ്ട 16-ാം അധ്യായത്തിൽ ആമേൻ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു. ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഒത്തിരി സന്തോഷം, അഭിമാനവും തോന്നി. നമുക്കറിയാം ഫിലിപ്പിയ സഭ എങ്ങനെയാ ഉണ്ടായത്. ആമേൻ ആമേൻ ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസും ശീലാസും ആമേൻ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുക കൊണ്ട് അവർ നടന്ന് സഞ്ചരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രകാരം ഫിലിപ്പിയിലെത്തി. ശ്രദ്ധിച്ചു കേൾക്കണം. ഫിലിപ്പിയിലെത്തി. അവിടെ ചെന്നപ്പോ അവരിങ്ങനെ നോക്കി, ഇവിടെ പള്ളി വല്ലതും ഉണ്ടോന്ന്.
പ്രസംഗിക്കാൻ പള്ളി വല്ലതും ഉണ്ടോ നോക്കി. ആമേൻ. അവിടെ പള്ളിയൊന്നും കണ്ടില്ല. ആമേൻ. അവിടെ കണ്ട ഒരു പുഴവക്കത്ത് ആമേൻ കർത്താവിന്റെ ദാസന്മാർ ഇരുന്നു. അവിടെ ഇരുന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ ഒരു മൈക്ക് കിട്ടിയാൽ മതി. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ ഏത് തെരുക്കോണിൽ നിന്നുകൊണ്ട് ആമേൻ ഏത് സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കും. ആമേൻ. ഞങ്ങൾ ഇത് വിളിച്ചു പറയും. ആമേൻ. ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ഹൃദയമായിരിക്കും ദൈവം തുറക്കുന്നത്. ഹല്ലേലൂയ. പുഴവക്കത്ത് ഒരു പാവം പിടിച്ച സഹോദരി ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ അഡ്രസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുയത്തരക്കാരിയായിട്ട് ഒരു സ്ത്രീ. അവളുടെ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. രക്താംബരം വിൽക്കുന്ന സ്ത്രീ. അവളുടെ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. അവളൊരു ഒരു വിശ്വസ്തി അല്ലെങ്കിൽ ഭക്തിയുള്ള സ്ത്രീ. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവളുടെ ഹൃദയം ആര് തുറന്നു? കർത്താവ് തുറന്നു. അപ്പം ഒരു വ്യക്തിയുടെ ഹൃദയം തുറക്കുന്നത് ആരാ? പറ, ആരാ തുറക്കുന്നേ? ദൈവം, യേശു ക്രിസ്തുവാ തുറക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവൻ മനുഷ്യരല്ല ചെയ്യുന്നത് കേട്ടോ. മനുഷ്യന്റെ നേരെ നിങ്ങൾ വാളും പൊടിയുമായിട്ട് ചെന്നിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ വെറുതെയാ. അതെല്ലാം അസ്തമിച്ചു പോകും. ഇത് നടക്കും. ഇത് ജീവിത അവസ്ഥ. കർത്താവിന്റെ വരവ് വരെ ഇത് സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു ടാർസനെയോ ഒരു ഷമീറിനെയോ ഒരു ഇസ്മായിലിനെയോ ഒക്കെ അവൻ വെട്ടിക്കൊലപ്പെടുത്തിയാലും അവൻ ചുട്ടുകരിച്ചാലും അവൻ ഹല്ലേലൂയ അവര് മാറിയാലും അടുത്ത ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അടുത്ത ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അവരെ കൊണ്ട് ഈ സുവിശേഷം പ്രസംഗിപ്പിക്കും. അവരെ കൊന്നാൽ അടുത്ത ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് ഇത് തീർന്നു പോകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് നിൽക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് നിന്നു പോകത്തില്ല. ദൈവത്തിന്റെ വരവ് വരെ ഇത് പ്രസംഗിച്ചേ മതിയാകൂ. കർത്താവിന്റെ വരവ് വരെ ഇത് പ്രസംഗിച്ചേ മതിയാകൂ. ഇത് പ്രസംഗിക്കപ്പെടും. ആരൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പ്രസംഗിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ സ്ത്രീയുടെ ആ സഹോദരിയുടെ ഹൃദയം ദൈവം അങ്ങ് തുറന്നു. അപ്പോൾ അവള് പറഞ്ഞു, എന്നെ വിശ്വസ്തി എന്ന് എണ്ണുന്നെങ്കിൽ എന്റെ ഭവനത്തിൽ വന്ന് പാർക്കാം. ഹല്ലേലൂയ. അങ്ങനെയാ ഫിലിപ്പിയ സഭ രൂപം കൊണ്ടത്. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മറ്റൊരു സ്ത്രീ, അവളുടെ പേരൊന്നും കൊടുത്തിട്ടില്ല, അവളുടെ ജോലിയോട് ബന്ധപ്പെട്ടൊരു നാമം പറയുന്നുണ്ട്. വെളിച്ചപ്പാടത്തിയായ സ്ത്രീ. ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്. എത്ര നന്നായിട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമോ? പൗലോസും ശീലാസും ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ട് പോകുമ്പോഴൊക്കെ ഈ സഹോദരി ഒരു ദൂത് വിളിച്ചു പറയും. എന്തുവാ? ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കാൻ വന്നവർ. ദൂത് കറക്റ്റ് ആയിരുന്നോ? ദൂത് കറക്റ്റ് ആയിരുന്നോ? ദൂത് കറക്റ്റ് ആയിരുന്നു. പല നാൾ ഇത് ചെയ്തെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നേ. ഒരു ദിവസമല്ല, പല നാൾ കേട്ടിട്ട് ഒരു ദിവസം പൗലോസ് മുഷിഞ്ഞു. അങ്ങനെ എഴുതിയേക്കുന്നേ. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളുടെ അകത്തു വ്യാപരിക്കുന്ന ഭൂതത്തോട് വിട്ടുപോകാൻ കൽപ്പിച്ചു. എന്താ മനസ്സിലായത്? അവൻ ദൂതൊക്കെ പറഞ്ഞ ശരിയാ, പക്ഷെ പറഞ്ഞത് പരിശുദ്ധാത്മാവല്ല, അവൻ ഭൂതമാ പറഞ്ഞത്. അവൻ അകത്തിരിക്കുന്ന പിശാച വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവൻ കൃപയുള്ളവന്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ മുമ്പിൽ ഒരു ശക്തിക്ക് വന്നു നിന്ന് അവനെ വീഴ്ത്തുവാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ അഭിഷേകമുള്ള ദൈവസ്ഥാനം, അവൻ ദൈവസഭ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പല നാൾ ചെയ്തു വന്നപ്പോ എന്ത് ചെയ്തു? മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അങ്ങ് ശാസിച്ചു. നമ്മൾ വല്ലോ ആയിരുന്നെങ്കിൽ അമ്മാമ്മയെ വിളിച്ചു കൊണ്ടുപോയി ഇരുത്തി ആമേൻ ദൂത് കേൾക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ ഇരുന്നേനെ, പ്രവചിക്കമ്മാമ എന്ന് പറഞ്ഞേനെ. ആമേൻ. ഹല്ലേലൂയ. ഒരു ബോർഡും വെച്ചേനെ. ആമേൻ. ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ടല്ലോ. ആമേൻ, ഇങ്ങോട്ട് വാ, ആമേൻ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ആമേൻ, ഞാൻ നിന്റെ പാസ്പോർട്ട് സീൽ വെക്കാൻ പോകുന്നു, ഞാൻ നിന്നെ അവിടെ വിടാൻ പോകുന്നു, ഇവിടെ വിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പല ദൂതുകൾ കേൾക്കുന്നുണ്ടല്ലോ. ആമേൻ. ആവശ്യമില്ലാത്തടത്തെല്ലാം പോയി തല വെച്ചു കൊടുത്തിട്ട് ആമേൻ ദൈവം പറഞ്ഞാണെന്ന് പറഞ്ഞ് ജനത്തെ വഴിതിരിച്ചു വിടുന്ന ആമേൻ ചില ഭൂതങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ സത്യം വിളിച്ചു പറയുന്ന ദൈവസഭയ്ക്കകത്തേക്ക് ദൈവജനം കടന്നു വരട്ടെ. ഉപദേശം പറയണം, ഉപദേശം പറയണം. പക്ഷെ ഉപദേശം പറയുമ്പോ ഒരു കുഴപ്പമുണ്ട്, കാണത്തില്ല. ഉപദേശം പറയുമ്പം കൂടി നിന്നതൊന്നും കാണത്തില്ലെന്ന്. സ്തോത്രം. യേശു കർത്താവ് ഉപദേശം പറയാൻ തുടങ്ങിയപ്പോ
അതുവരെ അപ്പം തിന്നവരും അതുവരെ അത്ഭുതം കണ്ടവരും എല്ലാവരും കുറേശ്ശെയായിട്ട് പുറകോട്ട് പോയി. പറഞ്ഞിട്ടൊരു വാക്ക് പറഞ്ഞു, അയ്യോ ഇത് കഠിന വാക്ക് നമുക്ക് ദഹിക്കത്തില്ല. ദഹിക്കാത്തവരെല്ലാം പോക്കോ. ആമേൻ. അനുസരിക്കാൻ തയ്യാറുള്ളവൻ ഇവിടെ നിൽക്കും. ആമേൻ. പ്രമാണം അനുസരിക്കാൻ തയ്യാറുള്ളവൻ ഇവിടെ കാണും. അവൻ 8 എണ്ണമേ ഉള്ളെങ്കിലും അവന് വേണ്ടി സ്വർഗം തുറക്കും. അവൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുത്തനെ ഉള്ളെങ്കിലും അവൻ ഹല്ലേലൂയ ആകാശത്തു നിന്ന് തീയിറങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണത്തിന് വേണ്ടി നിൽക്ക്. കഴുത്തി തല കത്തി കൊണ്ട് വെച്ചാലും പ്രമാണം വിട്ട് പോകരുത്. അതിനാ ഇറങ്ങിയേ. പിന്നെ എന്തിനാ ഇറങ്ങിയേ? അതെല്ലാം വിട്ടിട്ട് ഇതിനകത്തോട്ട് വന്ന എന്തിനാ? അതും ഇതും ഒന്നാണെങ്കിൽ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നോ? അതും വേണം ഇതും വേണമെങ്കിൽ അവിടെ അങ്ങ് പോക്കോ. ആര് പിടിച്ചു വെച്ചേക്കുന്നു? നിർബന്ധിച്ചതിനകത്ത് കൊണ്ടുവന്നിരുത്തിയതല്ല. ആമേൻ. ക്രിസ്തുവിനെ നോക്കി ഇറങ്ങിയവൻ. ആമേൻ. ഹല്ലേലൂയ. എന്തെല്ലാം നഷ്ടം വന്നാലും അവിടെ നിൽക്കും. ആമേൻ. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ആമേൻ അവിടെ നിൽക്കും. ആമേൻ. കാരണം അവനെ വിളിച്ച ദൈവം ആരാണെന്ന് ആ വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഇത് വിട്ടിട്ട് പോകത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഈ സഹോദരിയുടെ മേലുള്ള ഭൂതത്തെ അഭിഷിക്തൻ ശാസിച്ചപ്പോ ഇവക്ക് സുബോധം വന്നു. ആമേൻ. ഇങ്ങനെ പല ഭൂതങ്ങൾ ഇരിപ്പുണ്ട്. അഭിഷിക്തന്മാർ ചെന്ന് കൈവെക്കുമ്പോ ആമേൻ അത് അലറി ഓടും. സുബോധം വന്ന് ദൈവസഭയ്ക്കകത്ത് കയറിയ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം. സ്തോത്രം. സുബോധം കഴിഞ്ഞിട്ട് സുബോധം വന്ന് മടങ്ങി വന്നത് അതിനകത്തിരിക്കുന്ന നമ്മളെല്ലാം. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മളെ ആമേൻ ആവശ്യമില്ലാത്തതിനെല്ലാം പുറകെ പോയതാ, ആരാധിച്ചുകൊണ്ട് നടന്നതാ. ആമേൻ. ഹല്ലേലൂയ. വഴിവക്കിൽ ഇരുന്നതിനെല്ലാം ദൈവം എന്ന് വിളിച്ചതാ. എന്നാൽ അവിടെ നിന്നല്ല ആമേൻ സുബോധത്തെ നൽകി തന്ന് നമ്മളെ മടക്കി കൊണ്ടുവന്നത് ആമേൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുമല്ല, ഒരു മതവുമല്ല, ഒരു സയൻസുമല്ല, ഒരു ടെക്നോളജിയുമല്ല, ഒരു കണ്ടുപിടുത്തവുമല്ല. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം. ആ വചനമാ ഇന്ന് രാത്രി വിളംബരം ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇച്ചീച്ചിയാ, ചിലർക്ക് ബുദ്ധിമുട്ടാ, ചിലർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഹല്ലേലൂയ ആമേൻ വചനം പ്രസംഗിക്കുന്നവൻ ആമേൻ ഹല്ലേലൂയ ആമേൻ അവൻ ശക്തിയോടെ നിൽക്കും. അവസാനത്തോളം ആമേൻ ഹല്ലേലൂയ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവളും പൗലോസിന്റെ പുറകെ പോയി. ഇത് കണ്ടിട്ട് അവിടെയുള്ള യജമാനന്മാർക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര പ്രശ്നമായി. അവരെല്ലാം ഇളകി. എന്താ കാര്യം? അവരുടെ ലാഭം അങ്ങ് നിന്നു. അവർക്ക് വേണ്ടിയാ ഇവള് ഇത്രയും നാളും പ്രവചിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവചനം ദൈവം എടുത്ത് വലിച്ചു കീറി കളഞ്ഞു. അവൻ ആ ദുഷ്ടന്റെ അവൻ ആശ നശിച്ചു പോയി. ആ സമയത്ത് അവൻ അവിടെയുള്ള യജമാനന്മാരെല്ലാം കൂടെ എഴുന്നേറ്റു. അവൻ അഭിഷിക്തന്മാരെ അവൻ ഹാലിൽ പിടിച്ച് അവൻ തടവിലാക്കി അകത്ത് ആമത്തിലിട്ട് പൂട്ടി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു ദൂതനെ വിളിച്ചു പറയട്ടെ, അവിടെ കിടന്നുകൊണ്ട് അവൻ അവൻ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് അവരുടെ നാവിനെ ബന്ധിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവർ എഴുന്നേറ്റു, പാടി, സ്തുതിച്ചു. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാലും കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയാലും ആമേൻ ശരീരം അടുപ്പിച്ച് ദണ്ണിപ്പിച്ച് അടിമയാക്കി കിടത്തിയാലും അവന്റെ നാവിന്മേൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അവന്റെ നാവിന്മേൽ ദൈവം അഭിഷേകം പറഞ്ഞിട്ടുണ്ട്. അവൻ എഴുന്നേറ്റു, പാടി ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രിയിൽ അതാ അവൻ വിളിച്ചു പറയുന്നത്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവൻ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ട്, ഇന്നുമുണ്ട്, ഈ കൂട്ടത്തിലുമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആദ്യ നൂറ്റാണ്ടിൽ 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് ഒരു ഉപദ്രവം നേരിട്ടു. അന്ന് അപ്പോസ്തലന്മാർക്ക് ആമേൻ ഒത്തിരി പ്രശ്നങ്ങൾ, സഭയ്ക്ക് ഉപദ്രവം നേരിട്ടു. അവർ ചിതറിപ്പോയി. എന്നാൽ ചിതറിപ്പോയവർ എന്താ ചെയ്തെന്നറിയാമോ? വെറുതെ പോയില്ല. അവരിങ്ങനെ വചനം വാരി വിതറിക്കൊണ്ടുപോയി. ആമേൻ. അവർ പോയെടുത്തെല്ലാം വചനം ഇട്ടിട്ട് പോയി. അതിന്റെ ഫലമായി ഇന്ന് ദൈവസഭ നിലനിൽക്കുന്നത്. പ്രതികൂലത്തിന്റെ നടുവിലും ആമേൻ ദൈവസഭയെ വളർത്തിയ ഒരു ദൈവമുണ്ട്. ഇതിന്റെ ഓണർഷിപ്പ് ദൈവമാ, ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി ദൈവം. ആമേൻ. ആ അടിസ്ഥാനത്തെ ഇളകി അവരുടെ കയ്യിൽ നിന്ന് ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു. ആരും വന്ന് അഴിച്ചു മാറ്റിയില്ല. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം ഉള്ളവൻ ആത്മാവിലൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, അഭിഷേകം നിറഞ്ഞവൻ ആത്മാവിൽ എഴുന്നേറ്റ് സ്തുതിക്കുമ്പോൾ ആമേൻ അവന്റെ ശരീരത്തിൽ നിന്ന് ആമേൻ അവനെ ബന്ധിച്ചു വെച്ച ചങ്ങല
സ്തോത്രം, സ്തോത്രം. അപ്പോ കാരാഗ്രഹ പ്രമാണി ഭയന്നു വിറച്ചുകൊണ്ട് ആമേൻ അവനെ തന്നെ കൊല്ലുവാൻ ആമേൻ കത്തിയെടുത്ത് സ്വന്തമായി കുത്തി കൊലപ്പെടുത്തുവാൻ നോക്കിയപ്പോൾ പൗലോസും ശീലാസും പറഞ്ഞു, അരുത്, അരുത്, നിങ്ങൾക്കൊരു ദോഷവും ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ അവർ ചോദിച്ചൊരു കാര്യമുണ്ട്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രിയിൽ ആ ഉത്തരം ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ മാത്രമല്ല, നിന്റെ കുടുംബവും. ആർക്കും വേണം ഈ രക്ഷ? ഈ രാത്രിയിൽ ആമേൻ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് സംസാരിക്കുക. ആർക്കു വേണം ഈ രക്ഷ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നു, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും ആമേൻ ദൈവദാസന്മാരുടെ മുമ്പിൽ വീണ് ആമേൻ ദൈവവചനം കൈക്കൊണ്ട് ആമേൻ ഉപദേശത്തിൽ വിശ്വസിച്ചു. അവർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന് സ്നാനപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. ഇവിടെയാണ് വിഷയം. ആമേൻ. പലരും പറയും പെന്തക്കോസ്തുകാരുടെ പരിപാടിയാ സ്നാനം, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പണ്ടേ സ്നാനപ്പെട്ടതാ. പലരും പറയാം ഇത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല ദൈവമക്കളെ. ആമേൻ. എന്നെ കേൾക്കുന്ന ദേശമേ, ഇത് പെന്തക്കോസിൽ ചേരാനുള്ള പരിപാടി അല്ല സ്നാനം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി ഞങ്ങൾ എന്നാ പൗലോസ് റോമാലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. യേശുവിനോട് ചേരുവാനാ സ്നാനം, അല്ലാതെ പെന്തക്കോസി വരാനല്ല. പ്രൈസ്. പിന്നെ എന്തോ പെന്തക്കോസ്? അതൊരു അനുഭവമാ, അതൊരു അനുഭവമാ. ആമേൻ. അപ്പൊ ചോദിക്കും, ഇതിനകത്ത് വന്ന വിടുതലില്ലേ? വിടുതലുണ്ട്. രോഗസൗഖ്യത്തിലെ ആകും. ആമേൻ. ഹാല് കടഭാരം മാറും. ആമേൻ. നിനക്ക് ആമേൻ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ അറ്റിരിക്കുന്ന വിഷയമാണോ? പ്രതീക്ഷ കിട്ടും. ഇതെല്ലാം ഒരു ബോണസാ. പക്ഷേ അതും നിത്യതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? അത് നിമിത്തം ആരെങ്കിലും ഇതിനകത്ത് നിൽക്കുന്നെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുമ്പോൾ മോളിലോട്ട് കയറി പോകണമെങ്കിൽ ഉപദേശത്തിൽ നിൽക്കണം. സ്തോത്രം. അപ്പോഴാ പറഞ്ഞത്, യോ ഇത് കഠിന വാക്ക് ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പൊ ശിഷ്യന്മാരോട് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങൾക്ക് പോണോ? പൊക്കോ. നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? പൊക്കോ. പത്രോസ് പറഞ്ഞ മറുപടി, നിത്യജീവമൊഴികൾ നിന്റെ പക്കലിരിക്കുന്നു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇന്ന് രാത്രിയിൽ അഭിഷിക്തന്മാര് പറ, നിത്യജീവന്റെ മൊഴി യേശുവേ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇന്ന് രാത്രിയിൽ ആരെല്ലാം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, ആരൊക്കെ ഇതിനു വേണ്ടി നിൽക്കുന്നു, അവരെ ചേർക്കുവാനാ ദൈവം വരുന്നത്. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴി എൻ്റെ യേശുവിൻ്റെ പക്കലായിരിക്കുന്നത്. അവൻ അല്ലാതെ പള്ളിയിലകത്ത് ഇരിക്കുന്ന അവൻ ഹല്ലേലൂയ ഏതെങ്കിലും മധ്യസ്ഥ അതിനകത്ത് അടക്കപ്പെട്ടിരിക്കുന്ന മധ്യസ്ഥന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. നിത്യജീവന്റെ മൊഴി യേശുവിൻ്റെ പക്കലായിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സഭകൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെന്തോ ചെയ്യണം? ബൈബിൾ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച കശത്ത് പൊതിഞ്ഞുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് സങ്കീർത്തനം വായിച്ച് തിരിഞ്ഞ് കശത്ത് പൊതിഞ്ഞ് വെച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് അടുത്ത ഞായറാഴ്ച വീണ്ടും കൊണ്ടുവന്ന്, ഇതൊന്നും അല്ല രക്ഷിക്കപ്പെട്ടവരുടെ ആ ഒരു എരിവെന്ന് പറയുന്നത്. ആമേൻ. ബൈബിൾ കൊണ്ടുവന്ന് മറന്നു വെച്ച് ആമേൻ ആലയത്തിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു പോയാലും ഉപദേശി അവിടെ ഉണ്ട്, എടുത്ത് വെച്ചോളൂ, അടുത്ത ഞായറാഴ്ച ചുമക്കണ്ടല്ലോ. അതേസമയം നിങ്ങളുടെ മൊബൈലേ, ഈ മൊബൈൽ ചർച്ചയിൽ വെച്ച് മറന്നുപോയി, ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് എടുക്കുമോ? തിരിച്ചു വന്ന് എടുക്കുമോ? എടുക്കും. പാസ്റ്ററങ്ങാണത് തുറന്ന പോയി, തിരിച്ചു വരും. എത്ര ദൂരം സഞ്ചരിച്ചാലും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കാൻ നിങ്ങൾ തിരിച്ചു വരുന്നെങ്കിൽ ഈ പെട്ടകം അത് വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പാസ്റ്റർ ഉപദേശി അതെടുത്ത് സൂക്ഷിച്ചു വെക്കും. ഹല്ലേലൂയ. അങ്ങനെ കിടക്കുക. ഇന്ന് അവിയൽ പരുവത്തി കിടക്കുക സഭ. മനസ്സിലായോ? ഇതിൽ നിന്നൊരു രക്ഷയുണ്ട്, ഇതിൽ നിന്നൊരു തെരഞ്ഞെടുപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ കൊട്ടിക്കൊട്ടിയിരിക്കും, ഇപ്പൊ പോകും പറഞ്ഞ് വെറുതെയാ. ഇതിനകത്തുനിന്നൊരു തിരഞ്ഞെടുപ്പുണ്ട്. അവസാനം ഇതിനകത്തുനിന്നൊരു സെലക്ഷൻ ഉണ്ട്. ആമേൻ. അതിനകത്ത് ഉള്ളവർ ആമേൻ ഹല്ലേലൂയ ഭാഗ്യവാന്മാർ. സ്തോത്രം. ആമേൻ. ഇന്ന് ഇതില്ലാതെ ആർക്കും പറ്റത്തില്ല. കണ്ണ് തുറക്കുന്ന ഇതിനകത്ത് തപ്പിക്കൊണ്ട. പണ്ടൊക്കെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ വീട്ടിനകത്തുനിന്ന് പാട്ട് സൗന്ദര്യത്തിന് പൂർണ്ണതയായ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് അവൻ പാട്ട് പാടും. ഇന്ന് എന്തുവാ കേൾക്കുന്നേ? ഹല്ലേലൂയ. ഇത് നിങ്ങളോടുള്ള ദൂതാ. ആമേൻ. സങ്കീർത്തനം മാത്രം വായിച്ച് സങ്കീർത്തനം തള്ളി നിൽക്കുക. ബൈബിളിന്റെ എല്ലാവരുടെ ബൈബിൾ എടുത്ത് നോക്കിയാൽ സങ്കീർത്തനം ഇങ്ങനെ തള്ളി നിൽക്കുക. സങ്കീർത്തനം മാത്രമേ
മാത്രമേ വായിക്കത്തുള്ളൂ. ലേഖനങ്ങൾ തുറക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ വെളിപ്പാട് പുസ്തകം വായിക്കത്തില്ല, ഗിരിപ്രഭാഷണം വായിക്കത്തില്ല. പിന്നെ എങ്ങനെ ആമേൻ ഗുണപ്പെടും? ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ ദയവായി നിങ്ങളോട് പറയാം, മേളിലോട്ട് കയറണമെങ്കിൽ ആമേൻ ബൈബിൾ തുറക്കണം, വായിക്കണം. ആമേൻ വായിച്ചാൽ മാത്രം പോരാ, ആമേൻ അതനുസരിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. ഉപദേശത്തിൽ നിലനിൽക്കുന്നവരെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നേ. 8 എണ്ണേ ഉള്ളോ? മതി. സ്വർഗം കരയത്തൊന്നുമില്ല. മേളി ദൂതന്മാർ, കോടി കണക്കിന് ദൂതന്മാരുണ്ട് ദൈവത്തെ ആരാധിക്കാൻ. ഇനി നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിയൽ പരുവത്തി ആരാധിക്കേണ്ട ദൈവത്തിനില്ല. അതുകൊണ്ട് വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരെണ്ണമേ ഉള്ളൂ. അവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ഇത് രാത്രിയിലും ഇതിനകത്ത് ഒരു തിരഞ്ഞെടുപ്പുണ്ട്. പെന്തക്കോസ്തി വന്നതുകൊണ്ട് മേളിലോട്ട് കയറി പോകത്തില്ല, മറിച്ച് ഉപദേശത്തിൽ നിൽക്കുന്ന സഭ, അതാണ് ദൈവസഭ. അതിനകത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിനകത്ത് നിൽക്കുവാൻ, അതിനകത്ത് എന്ത് വന്നാലും ആമേൻ ഹാലു എന്തെല്ലാം കാട്ടി പ്രലോഭനങ്ങൾ മുമ്പിൽ വന്ന് ആദിയിൽ അവിടെ ഹവ്വയുടെ അടുക്ക വന്നില്ലേ പ്രലോഭനവുമായിട്ട്, അതുപോലെ കയറി വരും. അവൻ ദൈവശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കും. അവൻ അതിനപ്പുറം മറ്റു ശബ്ദങ്ങൾ നീ ചെവി തുറന്നു കൊടുത്താ അവൻ നീ അതിനകത്ത് വീഴും. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അവൻ ദൈവശബ്ദത്തിന് പുറകായി അവൻ മറ്റു ഏത് ശക്തി, ഏത് പ്രവാചകനാണെന്ന് പറഞ്ഞാൽ, ഏത് റവയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ നിങ്ങൾ അതിന് ചെവി കൊടുത്താൽ നിങ്ങൾ വീഴും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ വാക്കിന് ചെവി കൊടുക്ക്. കർത്താവ് പഠിപ്പിച്ച ഉപദേശം പ്രസംഗിക്ക്. ജീവൻ പോയാലും ആമേൻ ഉപദേശം പ്രസംഗിക്ക്. ജീവൻ പോയാൽ ഉപദേശത്തിന് വേണ്ടി നിൽക്ക്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയാ സഭയെ ഒരുക്കുന്നത്. എന്തിനാ ഇതിനകത്ത് വന്നേ? എന്തിനാ ഇതിനകത്ത് വന്നേ? ഹല്ലേലൂയ. തിമോഥെയോസ് ലേഖനത്തിനകത്ത് പൗലോസ് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ആമേൻ അവന്റെ മഹത്വം പ്രാപിക്കാനല്ലോ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അവന്റെ മഹത്വം പ്രാപിക്കാൻ. ഇന്ന് രാത്രിയിൽ മഹത്വം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തിയാരെ. ആമേൻ ഹല്ലേലൂയ. അപ്പാ എന്നെ അതിനകത്ത് കയറ്റണമേ, എന്നെ ഇതിനകത്ത് കയറ്റണമേ. ആ വാതിൽ എൻ്റെ മുമ്പിൽ അടഞ്ഞു പോകല്ലേ കർത്താവേ. ഒന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഇന്ന് രാത്രിയിൽ? ആമേൻ ഹല്ലേലൂയ. ആമേൻ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ആമേൻ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ആമേൻ ഹല്ലേലൂയ. യേശു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ഇന്ന് രാത്രിയിൽ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജാസ്മിൻ ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തി എന്തുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് ഇസ്മായിൽ യേശുവിനെ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് ഷമീർ യേശുവിനെ പ്രസംഗിക്കുന്നു? ആമേൻ മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് മനസ്സിലായി. മറ്റൊരുത്തനിലും, ഒരു വ്യക്തിയിലും, ഒരു സംഘടനയിലും രക്ഷയില്ലവേ ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ ഉച്ചത്തിൽ വിളിച്ചു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ആമേൻ ആർക്ക് വേണം ഈ രക്ഷകനെ? ആർക്ക് വേണം ഈ ക്രിസ്തുവിനെ? ഇതിനകത്ത് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഇതിനകത്ത് ഈ ആമേൻ പന്തലിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ദയവായി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. ഇത് പിടിച്ചു വലിച്ച് ഇതിനകത്ത് കൊണ്ടിരുത്തുന്ന മാർഗമല്ല. ആമേൻ സത്യമായ സുവിശേഷം, നിർമ്മലമായ സുവിശേഷം നിങ്ങൾ കേട്ടു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ ആമേൻ എനിക്കും ഇതിനകത്ത് വേണം, ഈ രക്ഷ എനിക്ക് വേണം. ആമേൻ ഈ വാതിലിനകത്ത് ഞാനും കയറും. ആമേൻ എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്ന് ആമേൻ ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ആമേൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, സൗജന്യമായി രക്ഷ തരുവാൻ സ്വർഗം ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. ആമേൻ അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. ആമേൻ എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. ആർക്ക് വേണം ഈ രക്ഷ? ആർക്ക് വേണം ഈ നിത്യജീവൻ? ഹല്ലേലൂയ. ഹല്ലേലൂയ.